എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സ് പ്രാക്ടിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹെലിക്കൽ സ്പ്രിംഗ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. സാധാരണയായിട്ട് ചോദിച്ച് കാണുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൽ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ മാസ് ഓഫ് ദി ഗിവൺ ബോഡിയും ചോദിക്കും. അത് ഞാനിപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നില്ല. ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക കേട്ടോ. To find the spring constant of the given helical spring using load extension method. കേട്ടോ, മാസ് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അതിപ്പോൾ നമുക്ക് വേണ്ട. രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് ടു ഡ്രോ ദ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് ഓഫ് എ ഹെലിക്കൽ സ്പ്രിംഗ് ആൻഡ് ഡിറ്റർമൈൻ ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഫ്രം ദ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ മെത്തേഡിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നു. മനസ്സിലായാലോ എയിം എന്താണെന്നുള്ളത്? അപ്പം അതിൻ്റെ അപ്പാറ്റസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്കെയിലുണ്ട്, then ഒരു സ്റ്റാൻഡിൽ എന്ത് തൂക്കിയിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ എന്താണ് ഒരു വെയിറ്റും ഹാങ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിലാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഗ്രാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ കേട്ടോ, ഇതാണ് ഫോർ എയിം 1 എന്ന് ഉദ്ദേശിക്കുന്നതാണ് ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ, അതായത് ബൈ കാൽക്കുലേഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കുക. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, ലോഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ എക്സ്റ്റൻഷൻ. ഇതിൽ നിങ്ങൾ വെട്ടോ തിരുത്തോ ഒന്നും ചെയ്യേണ്ട. ഇത് മാക്സിമം പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത്രയും പോയിന്റുകളെങ്കിലും വേണം കേട്ടോ. അപ്പോൾ നോക്കുക. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, ലോഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ എക്സ്റ്റൻഷൻ. ദെൻ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു എന്താണ്? ലോഡ് ഡിവൈഡഡ് ബൈ എക്സ്റ്റൻഷൻ. അതായത് M ഡിവൈഡഡ് ബൈ L ഇൻറ്റു G. ഇതാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഒരു ബോക്സിൽ ഇട്ടിരിക്കണം കേട്ടോ. വേർ M ഈസ് എ മാസ് സസ്പെൻഡഡ്, G ഈസ് എ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് L ഈസ് എ എക്സ്റ്റൻഷൻ കേട്ടോ. ഏതൊക്കെയാണ് ടേംസുകൾ നിങ്ങൾ പ്രത്യേകം എഴുതിയിരിക്കണം കേട്ടോ. അപ്പം അത് എഴുതിയിരിക്കുക. അപ്പം അൺനോൺ മാസ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? ഇനി എയിം 2ൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ, അതായത് എയിം 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിൽ നമ്മൾ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ചെയ്യുക. ദെൻ എന്താണ്? അത് ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് എഴുതണം? ഗ്രാഫ് നിങ്ങൾ റഫായിട്ട് ഇവിടെ വരച്ചിരിക്കണം കേട്ടോ. എക്സ് ആക്സിൽ മാസാണ്, വൈ ആക്സിസിൽ എന്താണ്? L ആണ് എടുക്കുന്നത്, എക്സ്റ്റൻഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും, റഫായിട്ട് ഗ്രാഫ് വരയ്ക്കുക. ദെൻ അതിൻ്റെ തിയറി എഴുതണം കേട്ടോ. ഇത് തന്നെ അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, ലോഡ് ഈസ് പ്രപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ എന്ന് എഴുതുക. ഗ്രാഫിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫ്രം ഗ്രാഫ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെയിം ഇക്വേഷൻ തന്നെ. K ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ എക്സ്റ്റൻഷൻ ആണ് ഇക്വേഷൻ. പക്ഷേ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗ്രാഫിൽ നിന്നായതുകൊണ്ട് ഇതാണ് ലോഡ് കേട്ടോ. എക്സ് ആക്സിസിൽ എടുക്കുന്നതാണ് ലോഡ്, അതായത് മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് AB കേട്ടോ. AB ഡിവൈഡ് ബൈ BC. എക്സ്റ്റൻഷൻ ഏതാണ്? Y ആക്സിസിലാണ്. അപ്പോൾ BC into G, where G is a acceleration due to gravity at the place. മനസ്സിലായല്ലോ? അപ്പം ഏതാണോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന എയിം കേട്ടോ, അതനുസരിച്ച് വേണം എഴുതാൻ. രണ്ടും ചോദിക്കുവാണെങ്കിൽ രണ്ടും എഴുതുക. ബൈ കാൽക്കുലേഷൻ മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് മാത്രം എഴുതുക. ഇനി യൂസിങ് ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എഴുതുക. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? സ്പ്രിങ് ഹാങ് ചെയ്തിട്ടിരിക്കും. അതിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡെഡ് ലോഡ് കാണും, അതായത് ഓൾറെഡി ഒരു വെയിറ്റ് കാണും ഇല്ല. ഒരു മാസ് നമ്മൾ സസ്പെൻഡ് ചെയ്തിടാൻ നേരത്തെ അതിൽ ഓൾറെഡി ഒരു വെയിറ്റ് കാണും. അതിനെ നമ്മൾ ഡെഡ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. ഡെഡ് ലോഡായിട്ട് കൺസിഡർ ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിൻ്റർ ഇവിടെ നിൽക്കുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കുക. ക്ലിയർ ആയല്ലോ? അത് എഴുതേണ്ട ലോഡിങ് അൺലോഡിങ് എന്ന് പറഞ്ഞ 2 സെക്ഷൻസ് ഉണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ ആദ്യത്തെ വാല്യൂ എഴുതേണ്ടത്. ടാബുലർ കോളം വരയ്ക്കുമ്പോൾ ലോഡിങ് അൺലോഡിങ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഉണ്ട്. ഇത് അവിടെ നോക്കുക കേട്ടോ. മാസ് സസ്പെൻഡഡ് ഉണ്ട്, അപ്പോൾ ലോഡിങ് അൺലോഡിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ലോഡിങ്ങിൻ്റെ വാല്യൂ നമ്മൾ ആദ്യമേ എഴുതുക. മനസ്സിലായല്ലോ? പിന്നെ അതിലേക്കൊരു ഡെഡ് ലോഡ് ഓൾറെഡി ഇതാണ് നമ്മുടെ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡെഡ് ലോഡ് M0 എന്നോ അല്ലെങ്കിൽ W0 എന്നൊക്കെ പറയും കേട്ടോ. ദെൻ അതിലേക്ക് പിന്നെ അടുത്ത് നമ്മൾ ആഡ് ചെയ്തു, ഒരു 50 ഗ്രാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് 50 വന്നു. അപ്പോൾ പോയിൻ്റർ എവിടെയാണെന്ന് നോക്കുക. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി അടുത്തതും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അടുത്തതും കൂടെ ഒരു 50 കൂടെ ആഡ് ചെയ്തപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് 100 വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ പോയിൻ്റർ നോക്കുക. അടുത്തതും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു 50 കൂടെ ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര വന്നു? ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ M0 ആണ്. M0 പ്ലസ് എത്രയാണ്? 150 വന്നു. മനസ്സിലായല്ലോ? അടുത്ത് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുക. ഒരു 200 വരെ ചെയ്യട്ടെ. 4 റീഡിംഗ് എങ്കിലും മിനിമം എടുക്കുക കേട്ടോ. ദെൻ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ലോഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അൺലോഡിങ്ങിൻ്റെ വാല്യൂ ചെയ്യണം. ലോഡിംഗ് എല്ലാം നമ്മളിങ്ങനെ താഴോട്ടാണ് വാല്യൂ എഴുതി വരുന്നത് ലോഡിങ്ങിൻ്റെ കേസിൽ.
ഇനി അൺലോഡിൻ്റെ കേസിൽ നമ്മൾ മേളിലോട്ടാണ് വാല്യൂ എഴുതുന്നത് കേട്ടോ, മേളിലോട്ടാണ് വാല്യൂ എഴുതുന്നത്. അപ്പം അൺലോഡിൻ്റെ കേസിൽ ലാസ്റ്റ് നമ്മൾ എത്രയാണ് M0 + 250 200 എന്ന് എഴുതിയായിരുന്നു, M0 + 200 എഴുതിയായിരുന്നു. അതേ വാല്യൂ തന്നെ അതിന് കാണുന്ന റീഡിങ് തന്നെ നിങ്ങൾ അൺലോഡിങ്ങിൻ്റെ കേസിൽ ആദ്യമേ എഴുതുക. പിന്നെ അടുത്ത് ഒരെണ്ണം റിമൂവ് ചെയ്യുക. ഒരെണ്ണം റിമൂവ് ചെയ്യുമ്പോൾ എത്ര വരും? M0 + 150 വരും. അപ്പം കറസ്പോണ്ടിങ് വാല്യൂ എഴുതുക. പിന്നെ അങ്ങനെ ഓരോന്ന് ആ വാല്യൂ എഴുതേണ്ട ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. അൺലോഡിങ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ വാല്യൂ വരുന്നത്. അൺലോഡിങ് അല്ലേ, അപ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് വാല്യൂ വരുന്നത്. അപ്പോൾ അതാണ് മിക്ക കുട്ടികൾക്കും തെറ്റിപ്പോകുന്നത്. ലോഡിങ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് നമ്മൾ വാല്യൂ എഴുതുക. പക്ഷേ അൺലോഡിങ് ചെയ്യുമ്പോൾ എന്താണ് താഴെ നമ്മൾ മേളിലോട്ടാണ് റീഡിങ് എടുക്കേണ്ടത് അല്ലെങ്കിൽ വാല്യൂ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ കാൽക്കുലേഷൻ പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്സർവേഷൻസ് കേട്ടോ, നോക്കുക. ഒബ്സർവേഷൻസ് അവിടെയുണ്ട്. ആദ്യത്തെയും അതായത് കാൽക്കുലേഷൻ മെത്തേഡിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പം റീഡിങ് ഓഫ് ദ പോയിൻ്റർ വിത്ത് ഡെഡ് ലോഡ്. ഞാൻ പറഞ്ഞാൽ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആ ഒരു ഇതിൽ ഓൾറെഡി ഉള്ളതാണ് ഡെഡ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ സ്കെയിൽ ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ് അവിടെ നിൽക്കുന്നത് നോക്കുക. മനസ്സിലായല്ലോ? ഈ ഇവിടെ ഇങ്ങനെ സ്പ്രിങ് ഹാങ് ചെയ്തിട്ടില്ലേ, സ്പ്രിങ്ങിന് ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ക്ലിയർ ആയല്ല പറഞ്ഞിരിക്കുന്നത്? അതിനെ R0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് അത് ഞാൻ എനിക്ക് കിട്ടിയ വാല്യൂ ഞാൻ ചെയ്തപ്പോൾ കിട്ടിയത് 19.5 ആണെന്ന് ചോദിച്ചു. 19.5 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി. ക്ലിയർ ആയല്ല പറഞ്ഞത്? ഇനി നമ്മൾ ടാബ്ലർ കോളം നോക്കിയാൽ ട്രയൽ നമ്പർ വേണം. മാസ് സസ്പെൻഡഡ് എന്ന ഹെലിക്കൽ സ്പ്രിങ് ഗ്രാമിലാണ് കേട്ടോ. മാസ് എത്രയാണ് മാസ് നമ്മൾ ഹെലിക്കൽ സ്പ്രിങ്ങിലേക്ക് ഇടുന്നത്, അതാണ് ആദ്യത്തെ കോളം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ റീഡിങ് ഓഫ് ദി പോയിൻ്റർ. അത് ഇവിടുത്തെ പോയിൻ്റർ ഉണ്ടല്ലോ, ആ റീഡിങ് നോക്കുക. ലോഡിംഗ് ഉണ്ട്, അൺലോഡിംഗ് ഉണ്ട്, അതിൻ്റെ മീൻ ഉണ്ട്, പിന്നെ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാനുണ്ട്, പിന്നെ M/L × G ഉണ്ട് കേട്ടോ. M/L × G ഇവിടെ നോക്കി, ഇവിടെ ജിയും കൂടെ ഉണ്ട് കേട്ടോ. M/L × G അത്രയും ഗ്രാം സെൻറ്റിമീറ്ററിലാണെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. M/L × G എന്നാണ് നമ്മളവിടെ വാല്യൂ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് റീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഡെഡ് ലോഡ് ഇട്ടിരിക്കുമ്പോൾ പോയിൻ്റ് റീഡിങ് എനിക്ക് കിട്ടിയത് 19.5 ആണ്. അത് ഞാനിവിടെ എഴുതി. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ M0 എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ലോഡാണ്. M0 എന്ന് വെച്ചാൽ ഡെഡ് ലോഡാണ്. അതിലേക്ക് ഞാൻ ആദ്യത്തെ ഒരു ലോഡും കൂടെ മാസും കൂടെ ആഡ് ചെയ്തു, ഒരു 50 ഗ്രാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ M0 + 50. ഇത് ഗ്രാമിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ 15 തന്നെ എഴുതുവാണ് കേട്ടോ. 50 ഇട്ടു. അപ്പോൾ കാണിക്കുന്ന റീഡിങ് എത്രയാണ്? ലോഡിങ് സമയത്തെ റീഡിങ് എത്രയാണ്? എനിക്കിവിടെ കിട്ടിയത് ഒരു 22.8 ആണ് കേട്ടോ. 22.8 എന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ? ദെൻ അടുത്ത ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? M0 എന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ കൊടുത്ത് ഒരു 50 ആഡ് ചെയ്തു, പിന്നെ ഒരു 50 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? M0 + 100 വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ റീഡിംഗ് എന്ന് വെച്ചാൽ എനിക്കിവിടെ കിട്ടിയത് 26.3 ആണ് കേട്ടോ. 26.3. ദെൻ അടുത്ത ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 3 എണ്ണം ആയില്ല. അപ്പം എത്രയായിരുന്നു? 150. അപ്പോൾ M0 ഓൾറെഡി ഉണ്ട്, ഡെഡ് ലോഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് ഡെഡ് ലോഡാണ്, അതിൻ്റെ കൊടുത്ത് 3 എണ്ണം 50 ആഡ് ചെയ്തു. അപ്പോൾ M0 + 150 എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് കിട്ടിയ റീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 29.6 ആണ് കേട്ടോ. എനിക്ക് കിട്ടിയത് 29.6. ഞാൻ അടുത്ത് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യുകയാണ്, ഒരു മാസം കൂടെ ആഡ് ചെയ്തു, അതായത് ഒരു 50 കൂടെ ആഡ് ചെയ്തപ്പം M0 + 200 ആയി. ക്ലിയർ ആയാലോ? അതിനെനിക്ക് കിട്ടിയത് ഒരു 33.1 ആണ്. ക്ലിയർ ആയാലും ഒരു 4 റീഡിംഗ് ആണ് ഞാനിവിടെ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അൺലോഡിങ് നോക്കുകയാണ്, അടുത്ത സെക്ഷൻ. അൺലോഡിങ് നോക്കുമ്പം ഇതിപ്പോൾ ഓൾറെഡി 4 മാസം കിടപ്പുണ്ട്. അപ്പം അവിടെ നമ്മൾ ഓരോന്നോരോന്ന് ഊരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ അൺലോഡിങ് ചെയ്യാൻ നേരത്തെ ഈ ലാസ്റ്റത്തെ വാല്യൂ അത് അതേപടി നിങ്ങൾ എടുത്തെഴുതിയേക്കുക. അതായത് M0 + 200 അല്ലേ കിടക്കുന്നത്, അതിൻ്റെ അൺലോഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 33.1 വന്നു, അത് അതേപടി അങ്ങ് എടുത്തെഴുതിയേക്കുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം നമ്മൾ ഊരി, ഒരെണ്ണം വിത്തിൽ നമ്മൾ ഊരി. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര വരും ഇവിടുത്തെ മാസം എന്ന് വെച്ചാൽ M0 + 150 അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ റീഡിങ് പോയിൻ്റർ എത്രയാണോ കാണിക്കുന്നത് ആ റീഡിങ് എഴുതുക. അപ്പോൾ എനിക്കിവിടെ സപ്പോസ് കിട്ടിയത് ഒരു 29.5 ആണ്. അടുത്തത് നമ്മളൊന്ന് ഊരി. അപ്പോൾ എത്ര വരുന്നത്? M0 + 100 രണ്ടെണ്ണമാണ്, 100 വരും. അതെനിക്കിവിടെ കിട്ടിയതൊരു 26.4 ആണ്. മനസ്സിലായല്ലോ? ദെൻ അടുത്തതും ഊരി. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു 50 മാത്രമേ അവിടെ കിടപ്പുള്ളൂ. അടുത്ത ഊരിപ്പം എത്ര വന്നു? ഒരു വാല്യൂ കിട്ടുന്നു, അതും 22.8 ആണ്. എനിക്ക് അവിടെ കിട്ടിയത് 22.8 തന്നെ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അൺലോഡിങ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അൺലോഡിങ് ചെയ്യാൻ നേരത്ത് താഴെ നിന്ന് മേളിലോട്ട് വേണം റീഡിങ് എഴുതാൻ. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കണം.
മനസ്സിലായല്ലോ സംഭവങ്ങൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന അടുത്ത കോളമാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയ നമ്മൾ ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് 6 എന്ന് എടുക്കാം. ഈ മീൻ വാല്യൂ എന്ന് വെച്ചാൽ 6 എന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ, 6 എന്നാണ് കേട്ടോ. അപ്പോൾ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കേണ്ടേ ഈ ഓരോ വാല്യൂവിൽ നിന്നും നമുക്ക് കിട്ടിയ ഡെഡ് ലോഡിലുണ്ടായിരുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ ഡെഡ് ലോഡിൻ്റെ റീഡിംഗ് കിട്ടിയല്ലോ. അപ്പം ഈ ഓരോ വാല്യൂവിൽ നിന്നും ഈ ഡെഡ് ലോഡിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കണം. അതായത് നോക്കി R-R0 എന്നാണ്, 6 ഇത് ഓരോന്നുമാണ്, ഇതിൽ നിന്ന് ഓരോന്നും കുറയ്ക്കുക. 22.8 നിന്ന് 19.5 കുറയ്ക്കുന്നു. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 3.35 ആണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ 26.35 നിന്ന് 19.5 കുറച്ചു, അപ്പോൾ കിട്ടിയത് 6.9 ആണ്. then അടുത്ത 29.55 നിന്ന് ഈ 19.5 കുറച്ചു, അപ്പോൾ എനിക്ക് കിട്ടിയത് 10.1 ആണ്. അടുത്തത് ഈ 33.1 നിന്നും 19.5 കുറച്ചപ്പോൾ 13.65 എന്നും വന്നു. മനസ്സിലായല്ലോ ചെയ്തതെന്ന് എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ M/L × G കേട്ടോ, M/L × G അതാണ് നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ. അത് നമ്മൾ നോക്കുക. M/L നോക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. M എന്ന് വെച്ചാൽ മാസ്, ഇവിടെ എത്രയാണ് ആഡ് ചെയ്ത ആ ഒരു മാസ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ എത്രയാണ് ആഡ് ചെയ്തൊരു മാസ്, അതായത് 50. ആദ്യത്തെ കേസിൽ വരുമ്പോൾ 50 ഡിവൈഡ് ബൈ L നമുക്കിവിടെ കിട്ടി 3.35 ആണ്. ഇൻറ്റു G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.82 ആണ്. ഇത് 146.26 കേട്ടോ. ഇതിവിടെ കിടക്കുന്ന ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണ് കേട്ടോ വാല്യൂ. നമ്മൾ കിലോഗ്രാമിലേക്ക് മീറ്ററിലേക്കൊന്നും കൺവേർട്ട് ചെയ്തിട്ടില്ല, ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കിയിട്ട് ചെയ്യാൻ കേട്ടോ. ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം ഇതേ കിടക്കും നമുക്ക് കിട്ടിയ രീതിയിൽ തന്നെ വാല്യൂ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. ദെൻ അടുത്തും അതുപോലെ തന്നെ മാസ് എന്ന് വെച്ചാൽ ഇവിടെ 100 ആണ്. 100 ഡിവൈഡ് ബൈ L എന്ന് പറഞ്ഞാൽ 6.9 ആണ് ഇൻറ്റു 9.8. അതിന് ചെയ്തപ്പോൾ കിട്ടിയത് ഇവിടെ വാല്യൂ എന്ന് വെച്ചാൽ 142.02 എന്ന് കിട്ടി. അടുത്തതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 145.54 എന്ന് വന്നു. അടുത്ത് 143.58 എന്നും വന്നു. ക്ലിയർ ആയാലോ. അതായത് M/L × G. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ മീൻ എടുക്കുക, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 146.26 അതിനെല്ലാം കൂടെ കൂട്ടുമ്പോൾ അതവിടെ വാല്യൂ എനിക്ക് കിട്ടിയത് 144 കേട്ടോ, 144.35 എന്ന് വന്നു കേട്ടോ. 35 ഗ്രാം പെർ സെൻറ്റിമീറ്റർ എന്ന് വന്നു. 144.35 ആണ് കേട്ടോ ഗ്രാം പെർ സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഇനി നമ്മൾ അതിനെ കിലോഗ്രാമിലേക്ക് ആക്കുവാണ്. 144.35 ഗ്രാം പെർ സെൻറ്റിമീറ്റർ കിലോഗ്രാമിലേക്ക്, കിലോഗ്രാം പെർ മീറ്ററിലേക്ക് ആക്കുവാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ഇല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 144 അല്ലേ, 144.35 ആണ് കിട്ടിയത്. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ആണ്, അതായത് 10⁻3. 1000 എന്ന് പറയുമ്പോൾ 10⁻3 ആണ്. ഇവിടെ നോക്കിയേ പെർ സെൻറ്റിമീറ്റർ ആണ് കിടക്കുന്നത്, ഡിവൈഡ് ബൈ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിലെ മീറ്ററിലേക്ക് മാറ്റാൻ എത്രയാണ്? 10⁻⁻² ആണ്. മനസ്സിലായല്ലോ ചെയ്ത്. അപ്പോൾ ഇവിടെ എത്ര വരും? 144.35 ഡിവൈഡ് ബൈ ഇവിടെ പവർ എത്രയാണ് വരുന്നത്? 10⁻1 എന്ന് വരും ഇല്ലേ. 3 - 2 ഇല്ല, 10⁻1 എന്ന് വരും, 10 തന്നെ. മനസ്സിലായല്ലോ. അപ്പോൾ എത്ര കിട്ടും ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സാധനം, അതായത് 14.435 കിലോഗ്രാം പെർ മീറ്റർ എന്ന് വന്നു. മനസ്സിലായല്ലോ. കിലോഗ്രാം പെർ മീറ്റർ എന്ന് വന്നു. 14.435 കിലോഗ്രാം പെർ മീറ്റർ. ഇനി അതിനെ നമ്മൾ SI യൂണിറ്റിൽ എഴുതുമ്പോൾ എത്ര വരും? 14.435 കിലോഗ്രാം പെർ മീറ്റർ എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കേട്ടോ, ന്യൂട്ടൺ പെർ മീറ്റർ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് Kയുടെ വാല്യൂ നമുക്ക് കിട്ടി 14.435 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വന്നു. മനസ്സിലായല്ലോ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഈ ന്യൂട്ടൺ എങ്ങനെയാണ് വന്നത്? നമുക്കറിയാം ഇക്വേഷൻ എന്ന് വെച്ചാൽ M/L × G ആണ്. അതായത് M/L × G. ഈ M × G എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് അല്ലേ, ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് ഡിവൈഡ് ബൈ ലെങ്ത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ് അല്ലേ. ദെൻ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററുമാണ്, അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ. അങ്ങനെയാണ് ഇവിടെ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വന്നത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ കാൽക്കുലേഷൻ വഴി കണ്ടുപിടിച്ചു. 14.435 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ആ സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേഷൻ വഴി എന്ത് കണ്ടുപിടിച്ചു? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ.
തന്നെ ഇനി നമുക്ക് ഗ്രാഫിൽ നിന്ന് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. നമ്മൾ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡിൽ കാൽക്കുലേഷൻ വഴി നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഈ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് വഴി തന്നെ നമ്മൾ ഗ്രാഫിൽ നിന്ന് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്രാഫ് റഫായിട്ടൊക്കെ വരച്ചായിരുന്നു തിയറിക്കകത്തില്ലേ. അപ്പോൾ അതേപടി തന്നെ ഗ്രാഫ് പേപ്പറിൽ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക. എക്സ് ആക്സിസിൽ മാസാണ്, വൈ ആക്സിസിൽ എന്താണ് എക്സ്റ്റൻഷനാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതേ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസിൻ്റെ എക്സ്റ്റൻഷൻ്റെയും ടേബിൾ ഞാൻ വാല്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ ചെയ്തതിൻ്റെ ആ വാല്യൂസ് തന്നെയാണ് കേട്ടോ. സ്കെയിലും കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. എക്സ് ആക്സിൽ 50, 100 അങ്ങനെയാണ് പോയിരിക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ 246 എന്ന് പോയിട്ടുണ്ട്. റേഞ്ച് വരുന്നത് 3 തൊട്ട് 13 വരെയല്ല, അപ്പം 246 എന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇനി അടയാളപ്പെടുത്താവേ. ആദ്യമേ നോക്കുക, 50 ഗ്രാം. 50 ഗ്രാമിന് 3.35 ആണ്. അപ്പോൾ 50 ഗ്രാമിന് 3 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ സെൻറ്ററിലെ പോയിന്റ് വരും. അപ്പോൾ 3.35 ആണ്. അപ്പോൾ 35 എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു 3.2 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഇവിടെ വരും കേട്ടോ. ഇതാണ് 3.2 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ. അത് അടയാളപ്പെടുത്തി. then അടുത്ത് 100ന് 6.9 ആണ് കേട്ടോ. 6.9 എന്ന് പറയുമ്പം 6 ഇതാ ഇവിടെ വരും കേട്ടോ. ഇവിടെ അടയാളപ്പെടുത്തി. ദെൻ 150ക്ക് 10.1 ആണ്. 150ക്ക് ഇതാ 10.1 ആണ്. ഇതാ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയ പോയിന്റ്. ദെൻ 200ന് 13.65 ആണ് കേട്ടോ. 13 ആണ്. 13.65 എന്ന് വരുമ്പം ഇതാ ഇവിടെയായിട്ട് വരും വാല്യൂ. മനസ്സിലായാലോ? അടയാളപ്പെടുത്തി. ഇനി നമ്മളിതെല്ലാം കൂടെ ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. ഈ പോയിന്റുകളെല്ലാം കൂടെ ഇതാ ജോയിൻ ചെയ്തു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഏതെങ്കിലും 2 പോയിന്റ് കേട്ടോ, 2 പോയിന്റിൽ നമ്മൾ സ്ലോപ്പ് എടുക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ ഈ ഒരു പോയിന്റ് നമ്മൾ സ്ലോപ്പ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ പേര് കൊടുത്തു. സ്ലോപ്പ് എടുത്ത് നമ്മൾ പേര് കൊടുത്തു. ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രം ഗ്രാഫിൽ നിന്ന് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ കാൽക്കുലേഷൻ പേജ് ഫ്രം ഗ്രാഫിൽ നിന്ന് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമേ എ ബി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് എഴുതും കേട്ടോ. എ ബി ഈസ് ഈക്വൽ ടു എത്ര വരും? എന്താ നോക്കുക, 150. ഇവിടെ 150 ആണ്, 150 50 ആണ്. അപ്പോൾ എത്ര വരും? 100 വരും. എ ബി എന്ന് വെച്ചാൽ 100 വരും കേട്ടോ. 100 ആണ്. അതെങ്ങനെയാണ്? 150 - 50 100 വരും. അതുപോലെ തന്നെ ബി സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയുമ്പോൾ സി മൈനസ് ബി ആണ്. അതായത് സിയുടെ പറഞ്ഞ് 10 ആണ് വരുന്നത്. 10 അല്ലേ? 10 മൈനസ് ഇവിടെ വരുന്നത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 3.2 വരും കേട്ടോ. -3.2. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 - 3.2 എന്ന് പറയുമ്പോൾ 6.8 വരും. അപ്പം എ ബിയുടെ വാല്യൂ എത്ര വന്നു? 100 വന്നു. ബി സിയുടെ വാല്യൂ 6.8 വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? M/L ആണ് ഇല്ലേ? M/L എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബൈ ബി സി ആണ് M/L എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? M/L. അതായത് എ ബി M/L എന്ന് പറഞ്ഞാൽ എ ബി ബൈ ബി സി ആണ് M/L. പി സി ഇൻറ്റു എന്താണ്? ജി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 100 ആണ് ഇവിടെ വന്നത്. ദെൻ ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് 6.8 ആണ്. ഇൻറ്റു എത്ര വരും? 9.8. ജി എന്ന് വെച്ചാൽ 9.8 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് കെ ആണല്ലേ. കെ ഈസ് ഈക്വൽ ടു ഇവിടെ കിട്ടുന്നത് 144.11 എന്നും കേട്ടോ. അത്രയും ഗ്രാം പെർ സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എം നമ്മൾ ഗ്രാമിലാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഗ്രാം പെർ സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാം പെർ മീറ്ററിലേക്ക് മാറ്റണം. അതായത് ഡിവൈഡ് ബൈ 1000 അല്ലേ? അതുപോലെ തന്നെ സെൻറ്റിമീറ്ററെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ആൻസർ എത്ര വരും? 14.4 എന്ന് വരും. 14.4 എത്രയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻ്റെ വാല്യൂ നമുക്ക് ഗ്രാഫിൽ നിന്നും കിട്ടി. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഹെലിക്കൽ സ്പ്രിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? റിസൾട്ട് നമ്മൾ എടുത്തെഴുതണം. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് അത് ഹെലിക്കൽ സ്പ്രിംഗ് നമ്മൾ കാൽക്കുലേഷൻ മെത്തേഡ് ചെയ്തില്ലായിരുന്നു. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 14.43 എന്നായിരുന്നു കേട്ടോ. 14.43 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വന്നു. ഇവിടെ നമുക്ക് വന്ന വാല്യൂ എത്രയാണ്? 14.4 അല്ലേ? 14.41 എന്ന് വരാം. 14.41 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഹെലിക്കൽ സ്പ്രിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇവിടെ 14 ഇവിടെ ഒരു 1 കൂടെ വരാണ്, 1 കൂടെ വരും കേട്ടോ. അതാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് പ്രാക്ടിക്കലി ചെയ്യുക. മെത്തേഡിലെല്ലാം ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം. ലോഡിങ് അൺലോഡിങ് മാറിപ്പോകില്ല. അതാണ് മിക്ക കുട്ടികൾക്കും തെറ്റുന്ന ഒരു കാര്യം. പിന്നെ ഗ്രാഫിൽ നിന്നും അതുപോലെ ബൈ കാൽക്കുലേഷനിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. അവസാനം റിസൾട്ട് എടുത്തെഴുതണം. റിസൾട്ട് എടുത്തെഴുതുമ്പോൾ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ക്ലിയർ ആയാലോ ഈ ഒരു എക്സ്പെരിമെൻറ്റ്? ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സ്കെയില് കേട്ടോ, അത് മറന്നു പോകില്ല. യാതൊരു കാരണവശാലും സ്കെയിൽ എഴുതാൻ നിങ്ങൾ മറന്നു പോകില്ല കേട്ടോ. കൃത്യമായിട്ട് അത് എഴുതുക. യൂണിറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പം മനസ്സിലായല്ലോ ഹെലിക്കൽ സ്പ്രിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ
സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് സ്ഥിരം ചോദിച്ചു കാണുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ചെയ്യുക, തിയറിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുക. ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ റഫായിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കുക കേട്ടോ. പിന്നെ കാൽക്കുലേഷൻ പാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലേക്ക് മാറ്റണം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്ന ഓർത്തരം കൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ആദ്യമേ ഈ ഭാഗത്ത് തന്നെ കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്ത് ശീലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ തന്നെ ചെയ്യുക. അവസാനം നിങ്ങൾ കൺവേർട്ട് ചെയ്താലും മതി കേട്ടോ. ഗ്രാമിനെ എന്ത് മാറ്റണം, കിലോഗ്രാമിലേക്ക് മാറ്റണം, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം കേട്ടോ. അപ്പം അതനുസരിച്ച് ചെയ്യുക കേട്ടോ. അവസാനം വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ SI യൂണിറ്റിലായിരിക്കും എഴുതണം. കിലോഗ്രാം പെർ മീറ്ററിന് പകരം നമ്മൾ SI യൂണിറ്റിൽ എങ്ങനെ എഴുതും? ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേഷനൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. എഴുതി തന്നെ 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് എഴുതി തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. താങ്ക്